ഷീൽഡ് വെയർ നന്നായിട്ട് ഇതുപോലെ സ്ലീവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഹീറ്റ് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു സ്ലീവാണ്. റബ്ബറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഹീറ്റായി കഴിഞ്ഞാൽ അത് മെൽറ്റായിട്ട് സൈസ് ഷോർട്ടാവും. ഇത് 2 കോറിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 3mm സ്ലീവിനായിട്ട് 1mm ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ സ്കിപ്പ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ കൺട്രോൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് വയ്ക്കുക. ആവശ്യത്തിന് മാത്രം നീളം എടുക്കുക. അതിനുശേഷം സ്കിപ്പ് ചെയ്യണം. ഉണ്ടല്ലോ, ഏകദേശം ഇതിൻ്റെ ഒരു 3/4 നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അയൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ബ്ലോവർ ആയാലും മതി. അപ്പോൾ എല്ലാവരും ബ്ലോവർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അയണാണ് എളുപ്പം. ടിപ്പിൽ കൊണ്ടുപോയി വയ്ക്കരുത്. ഇതുപോലെ ബാക്ക് സൈഡേ ഉപയോഗിക്കാവൂ. നല്ല മനോഹരമായിട്ട് സ്ലീവായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് പെട്ടെന്ന് ടിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടിൻ ചെയ്യണം. എപ്പോഴും ടിൻ ചെയ്തിട്ടേ വയർ സോൾഡർ ചെയ്യാവും. ശേഷം കൺട്രോളിൽ ഇതുപോലെ ഒന്ന് ടിൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഫ്ലെക്സിൽ ഇതുപോലെ മുക്കിയെടുക്കണം. ഒന്ന് സെൻറ്റർ ആംപ്ലിഫയർ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ ഏതെങ്കിലും. ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഗ്രൗണ്ടാണ്. വോളിയം ലെവലിൽ പോകുമ്പോൾ, ഗെയിൻ ലെവലിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ സിഗ്നൽ ലെവലിൽ വരുമ്പോൾ മൈനസ്. ഓക്കെ, നല്ല നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ഇതിൽ അയണിട്ട് കുത്തി പിടിക്കാൻ പോകല്, ഡ്രൈ സോൾഡർ ആയി പോകും. മനസ്സിലായല്ലോ. സിഗ്നലിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് ഷീൽഡ് വയർ ആയിരിക്കണം. റിബൺ വയർ ഉപയോഗിക്കരുത്. ഇതാണ് റിബൺ വയർ. ഹമ്മിങ്ങൊക്കെ വരും. ഒരു 10 വാട്ടിന് താഴെയുള്ള ആംപ്ലിഫയർ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഹൈ വോളിയത്തിലുള്ള ഹൈ വാട്ടിലൊക്കെ ചെയ്യുന്നത് ഇതുപോലെ ഷീൽഡ് വയർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും